ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കണമോ എന്ന ചിന്തയിലാണ് CPM. സോളാർ സമര വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ ഉയരുന്നത് ഇൻക്വിലാബിലെ ത്വാത്വിക ചിന്തയാണ്. കണ്ണൂർ നായനാർ അക്കാദമിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ ഗോവിന്ദൻ പറഞ്ഞത് ചില വസ്തുതകളാണ്. ഒടുവിൽ CPM ചിലത് തിരിച്ചറിയുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സോളാറിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം അന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സമ്മതിക്കുകയായിരുന്നു. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത് നടപ്പാകാത്തതിൽ വീഴ്ചകളൊന്നുമില്ല. എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാകണമെന്നില്ല. എത്ര കാലമായി ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് ഞങ്ങളും നിങ്ങളുടെ യൂണിയനും വിളിക്കാൻ തുടങ്ങിയിട്ട്? അത് നടപ്പിലായോ? ഇന്നോ നാളെയോ നടപ്പിലാകുമായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിവാദമാക്കലാണ് നിങ്ങളുടെ പണിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാനൂർ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിന് പോകും. പാർട്ടി DC ആണ് പരിപാടി നിശ്ചയിച്ചത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി DC യോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ ഗോവിന്ദൻ സമകാലിക വിവാദങ്ങളിൽ മറുപടി പറയുകയാണ്. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരുടെ രക്തസാക്ഷി മണ്ഡപ ഉദ്ഘാടനമാണ് വിവാദമാകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ സഖാക്കളെയാണ് ഇപ്പോൾ CPM രക്തസാക്ഷിയാക്കുന്നത്. സോളാറിൽ കരുതലോടെ മാത്രം CPM പ്രതികരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദന്റെ പ്രതികരണം. സോളാർ വിഷയത്തിലെ LDFന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം CPM മുൻകൈയെടുത്ത് ഒത്തുതീർപ്പാക്കിയതെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് എത്തിയെങ്കിലും വിവാദം നാണക്കേടുണ്ടാക്കിയെന്ന വിലയിരുത്തലിൽ CPM എത്തിയിരുന്നു. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഭാവനയുടെ ഭാഗമാണെന്ന് ബ്രിട്ടാസ് വിമർശിച്ചെങ്കിലും അത് നടന്നുവെന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇത്തരത്തിലൊരു ചർച്ച ഇതുവരെ CPM പരസ്യമായി പറഞ്ഞിരുന്നില്ല. സമരം കണ്ട് സർക്കാർ ഭയന്നുവെന്ന തരത്തിലായിരുന്നു CPM പ്രചരണം. ഇതുകൊണ്ടാണ് താത്വികമായ വിഷയത്തെ ഗോവിന്ദൻ സമീപിക്കുന്നത്.